സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡൈപോളിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവെക്കാൻ പോവുകയാണ്. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ മനസ്സിലാവും ചോദിച്ചാൽ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമുക്ക് ലൈൻ ഓഫ് ഫോഴ്സിനെ നോക്കി മനസ്സിലാക്കാം ഫീൽഡ് യൂണിഫോം ആണോ അല്ലേ എന്ന്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അവിടെ പാരലൽ ലൈൻസ് വെച്ചായിരിക്കും ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ലൈൻ ഓഫ് ഫോഴ്സ് പാരലൽ ആയിരിക്കും. സോ ഞാനൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുകയാണ്. ദിസ് ഇസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലൽ ആണ്. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് ഞാൻ ഡൈപോളിനെ വെക്കാൻ പോകുന്നത്. മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇവിടെ ഇരിപ്പുണ്ട്, പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇവിടെ ഇരിപ്പുണ്ട്. ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. മൈനസ് ക്യൂ പ്ലസ് ക്യൂ എന്ന് പറയുന്ന രണ്ട് ചാർജസ് ഇരിപ്പുണ്ട്. ദെൻ ഈ പ്ലേസ് ചെയ്തിരിക്കുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡുമായിട്ട് നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് 2L ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2L. ഇത് മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. ഇതാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. ഡൈപോൾ ലെങ്ത്തിന്റെ ഡയറക്ഷൻ അത് തന്നെയാണ് ഈ ഡയറക്ഷൻ തന്നെയാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. The dipole moment is making an angle theta with the electric field density. Dipole moment തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആയിട്ട്. ഓക്കെ, ഇതാണ് അപ്പൊ നമ്മുടെ കണ്ടീഷൻ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തപ്പോൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് തീറ്റ, ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അപ്പൊ ഇതാണ് ഡയറക്ഷൻ. അപ്പോൾ ഡൈപോൾ മൊമെന്റ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ആരുമായിട്ട് മേക്ക് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആയിട്ട് മേക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ രണ്ട് ചാർജിലും ഫോഴ്സ് അനുഭവപ്പെടും. ഏതൊക്കെ ചാർജിലും ഫോഴ്സ് അനുഭവപ്പെടും? മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജിലും ഫോഴ്സ് അനുഭവപ്പെടും, പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജിലും ഫോഴ്സ് അനുഭവപ്പെടും. പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജിലും മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജിലും ഫോഴ്സ് അനുഭവപ്പെടും. മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇതാണെങ്കിൽ മൈനസ് ക്യൂവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇതായിരിക്കും. മൈനസ് ക്യൂവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഡയറക്ഷൻ കാണിക്കും. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ അറിയാം. E is equal to F by Q or F is equal to ഇവിടുന്ന് കിട്ടും QE. സോ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് QE ആണ്. ഡയറക്ഷൻ കാണിച്ചേക്കുന്നതുകൊണ്ടാണ് ഞാൻ മൈനസ് സൈൻ ഇടാത്തത്. സോ F is equal to QE, opposite to the direction of electric field. Then plus Q അനുഭവപ്പെടുന്ന ഫോഴ്സ് in the direction of electric field. അതും QE തന്നെയാണ്. ഇപ്പൊ രണ്ട് ചാർജിലും ഫോഴ്സ് അനുഭവപ്പെടും. മൈനസ് ക്യൂവിലും ഫോഴ്സ് അനുഭവപ്പെടും, പ്ലസ് ക്യൂവിലും ഫോഴ്സ് അനുഭവപ്പെടും. ഈ രണ്ട് ഫോഴ്സും അനുഭവപ്പെടുന്നുണ്ട്. രണ്ടും പാരലലാണ്, ഒരു ലൈനിലല്ല കേട്ടോ. രണ്ടും പാരലലാണ്, പക്ഷെ അൺലൈക്ക് ഫോഴ്സസ് ആണ്. രണ്ട് ഡയറക്ഷനിലാണ്. അപ്പൊ ഇതെന്ത് ചെയ്യും? രണ്ട് ഡയറക്ഷനിലുള്ള ഈ പാരലൽ ഫോഴ്സ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് പാരലൽ അൺലൈക്ക് ഫോഴ്സസ്, ഈക്വൽ ആൻഡ് അൺലൈക്ക് ഫോഴ്സസ് വിൽ ക്രിയേറ്റ് എ കപ്പിൾ. ആ കപ്പിൾ എന്ത് ചെയ്യും? ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കും. ആ റൊട്ടേറ്റിംഗ് സമയത്ത് ഫോഴ്സ് അറിയപ്പെടുന്ന പേര് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഇസ് കോൾഡ് ടോർക്ക്. അപ്പൊ ഇവിടെ എന്ത് അനുഭവപ്പെടും? ഒരു ടോർക്ക് അനുഭവപ്പെടും. മൈനസ് ക്യൂവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഈ ഡയറക്ഷൻ, പ്ലസ് ക്യൂവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഈ ഡയറക്ഷൻ. രണ്ടും പാരലൽ ആണ്, ബട്ട് അൺലൈക്ക് ഫോഴ്സസ് ആണ്. ഈക്വൽ ആണ്, അൺലൈക്ക് ഫോഴ്സസ് ആണ്. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആണ്. സോ അവരെന്ത് ചെയ്യും? ഒരു കപ്പിൾ ഫോം ചെയ്യിക്കും. ആൻഡ് ദാറ്റ് കപ്പിൾ വിൽ റൊട്ടേറ്റ് ദിസ് ഡൈപോൾ. റൊട്ടേറ്റ് ചെയ്യിക്കും. മൈനസ് ക്യൂവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലും പ്ലസ് ക്യൂവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലും. സോ ഇവർ റൊട്ടേറ്റ് ചെയ്യും. രണ്ട് എൻഡിലും ഫോഴ്സ് അനുഭവപ്പെടുന്നു. സോ ഇറ്റ് വിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവര് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനിൽ അലൈൻ ആവാൻ ശ്രമിക്കും. സോ ഒരു ക്വസ്റ്റ്യൻ ആണ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോളിനെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അവിടെ ഒരു കപ്പിൾ ഫോം ചെയ്യും. മൈനസ് ക്യൂവിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും, ഓപ്പോസിറ്റ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. പ്ലസ് ക്യൂവിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും, ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ആസ് എ റിസൾട്ട് ഒരു കപ്പിൾ അവിടെ ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് കപ്പിൾ വിൽ റൊട്ടേറ്റ് ദി ഡൈപോൾ. ആ റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് ഇസ് കോൾഡ് ടോർക്ക്. അപ്പൊ അവിടെ ഒരു ടോർക്ക് അനുഭവപ്പെടും. ആ ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു perpendicular distance. Torque tau is equal to any of the force. രണ്ട് ഫോഴ്സും QE ആണ്. So QE into perpendicular distance 2L ആണോ? അല്ല. ഈ രണ്ട് ഫോഴ്സിന്റെയും ഡയറക്ഷൻ ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടിട്ട് ഞാൻ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തു.
എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു. സോ ഈ ആംഗിൾ തീറ്റയാണ്, ഈ ആംഗിൾ തീറ്റയാണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ബി സി ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് ബി സി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി സി? ബി സി കണ്ടുപിടിക്കണമെങ്കിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ നമുക്കറിയാം സൈൻ ഇക്വേഷൻ പറഞ്ഞു നോക്കണം. സോ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബി സി ബൈ hypotenuse is 2l, or BC is equal to 2l sin theta. Substitute ചെയ്യാം. Torque tau is equal to QE into 2l sin theta. 2l ഉം Q ഉം കൂടെ dipole moment P എന്ന് കിട്ടും. Torque tau is equal to PE sin theta. Dipole moment വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആണ്, പിന്നെ സൈനും കൂടെ ചേർന്ന് വന്നിരിക്കുന്നു. രണ്ട് വെക്ടറിന്റെ പ്രോഡക്റ്റ് സൈനും കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്കറിയാം ക്രോസ് പ്രോഡക്റ്റ് ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം വെക്ടർ ഫോമിൽ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു പി ക്രോസ് ഇ. സോ നമ്മുടെ ഡൈപോളിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ടോർക്ക് അനുഭവപ്പെടും. ആ ടോർക്കിന്റെ ഫലമായിട്ട് ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ആരുടെ ഡയറക്ഷനിൽ വരാൻ ശ്രമിക്കും? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനിൽ വരാൻ ശ്രമിക്കും. ഇനി നമുക്ക് ചോദ്യം ഇങ്ങനെ ചോദിക്കുക, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ ഈ ക്യൂയും സെയിം ആയിരിക്കത്തില്ല വാല്യൂ. സോ അവിടെ ഒരു നെറ്റ് ഫോഴ്സും ഉണ്ടായിരിക്കും, ഒരു ടോർക്കും ഉണ്ടായിരിക്കും. ആദ്യത്തെ കേസിൽ ടോർക്ക് മാത്രമേ ഉള്ളൂ. യൂണിഫോം ഫീൽഡിലാണെങ്കിൽ ടോർക്ക് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് നോൺ യൂണിഫോം ഫീൽഡിലാണെങ്കിൽ ഒരു നെറ്റ് ഫോഴ്സും ഉണ്ടായിരിക്കും, ടോർക്കും ഉണ്ടായിരിക്കും. നെറ്റ് ഫോഴ്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇത് സെയിം അല്ല, അത് സെയിം അല്ല. QE രണ്ടിടത്ത് ഞാൻ ഒരാളൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഇപ്പൊ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എല്ലായിടത്തും E ആയിരിക്കണമെന്നില്ല. സോ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ആയതുകൊണ്ടാണ് ടോർക്ക് മാത്രമായി പോയത്. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ നെറ്റ് ഫോഴ്സും ടോർക്കും ഉണ്ടായിരിക്കും എന്നോർത്ത് വെക്കുക. ടോർക്കിന്റെ ഇക്വേഷൻ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു P ക്രോസ് E. ഓക്കെ, നമ്മൾ നേരത്തെ ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ പരിചയപ്പെട്ടു. ടോർക്കിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു PE sin theta or P cross E. PE sin theta. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തീറ്റ വന്നതുകൊണ്ട് നമ്മൾ ഇതിന്റെ കുറച്ച് സ്പെഷ്യൽ കേസസ് പഠിക്കാൻ പോവുകയാണ്. തീറ്റയുടെ വാല്യൂസിൽ മാറ്റം വരുമ്പോൾ ടോർക്കിൽ എന്തൊക്കെ മാറ്റമാണ് വരുന്നത്, ടോർക്ക് എപ്പോഴാണ് മാക്സിമം ആകുന്നത്, ടോർക്ക് എപ്പോഴാണ് മിനിമം ആകുന്നത് എന്നെല്ലാം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാം. അപ്പൊ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു കാര്യം കിട്ടും. ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണ്, അല്ലെങ്കിൽ തീറ്റയുടെ വാല്യൂ ഏത് ആംഗിളിൽ എത്തുമ്പോഴാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം കിട്ടുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പരിചയപ്പെടും. അപ്പൊ ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണ് ഞാനൊന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു അറിവാണ്. അപ്പൊ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഇത് ഒരു ഹൊറിസോണ്ടൽ റോഡാന്ന് വിചാരിക്കുക. ഒരു സർഫസ്, ഹൊറിസോണ്ടൽ സർഫസ്. ഞാൻ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊരു കർവ്ഡ് സർഫസ് ആണ്. ഈ കർവ്ഡ് സർഫസിലും ഞാനൊരു ബോൾ വെച്ചിട്ടുണ്ട്. ബോളാണ് ബോൾ. ഞാൻ രണ്ടിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഇതിലും ഫോഴ്സ് കൊടുക്കുന്നു, ഇതിലും ഫോഴ്സ് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ വലത്തേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. അത് ഞാൻ ഫോഴ്സ് കൊടുത്തപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ ഇങ്ങനെ കുറച്ച് ദൂരം മൂവ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പോയി റെസ്റ്റ് ചെയ്യും. കുറച്ച് ദൂരം മൂവ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പോയി റെസ്റ്റ് ചെയ്യും. ഇവനെ ഫോഴ്സ് കൊടുത്താൽ ഇവൻ അങ്ങോട്ട് മൂവ് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്യും, അങ്ങോട്ട് മൂവ് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് ഏറ്റവും അവസാനം ഇവിടെ തന്നെ വന്ന് റെസ്റ്റ് ചെയ്യും. അതായത് എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ വന്ന് റെസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ദിസ് ഈസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. രണ്ടും ഇക്വിലിബ്രിയം ആണ്, പക്ഷെ ഇതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇത് ഏതാണെന്ന് ചോദിച്ചാൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്, ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ദിസ് ഇസ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആൻഡ് ദിസ് ഇസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പൊ അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ വരയ്ക്കുകയാണ്. കേസ് 1 ആണ്. കേസ് 1 ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഇതാണ്. ഇതെന്റെ ഡൈപോൾ ആണെന്ന് വിചാരിക്കുക. ഇതെന്റെ ഡൈപോൾ ആണ്. ഈ എൻഡ് നെഗറ്റീവും ഈ എൻഡ് പോസിറ്റീവും ആണ്. ഈ എൻഡ് നെഗറ്റീവും ഈ എൻഡ് പോസിറ്റീവും. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക്.
ഞാൻ എൻ്റെ ഈ നെഗറ്റീവ് ഇത് പോസിറ്റീവ്, ഈ ഹെഡ് ഉള്ളത് ക്യാപ്പ് ഉള്ളത് നെഗറ്റീവ്, സോറി ക്യാപ്പ് ഉള്ളത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ക്യാപ്പ് ഉള്ളത് പോസിറ്റീവ്, ക്യാപ്പ് ഉള്ളത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഞാൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോളിനെ കൊണ്ടുവച്ചു. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അപ്പൊ അവിടെ നെഗറ്റീവ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എവിടെ നിന്ന് നോക്കാം? നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ്. സോ ഫസ്റ്റ് കേസ് ഇതാണ്. ഫസ്റ്റ് കേസ് ഡൈപോൾ മൊമെന്റ്. ഇവിടെ ടോർക്കിന്റെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റിനും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് ഇടയിലുള്ള ആംഗിളാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഡൈപോളിന് ഇങ്ങനെ വെച്ചു, നെഗറ്റീവ് പോസിറ്റീവ്. അപ്പൊ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. അപ്പൊ എന്റെ ഫസ്റ്റ് കേസ് ഇതാണ്. ഫസ്റ്റ് കേസിൽ തീറ്റ ഇസ് ഈക്വൽ ടു, രണ്ടും പാരലൽ ആയതുകൊണ്ട് ഫസ്റ്റ് കേസ് തീറ്റ 0 ഡിഗ്രി, 0 ഡിഗ്രി. സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ്, ദിസ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഡൈപോളിനെ ഇങ്ങനെ വെച്ചിരിക്കുക. ദിസ് ഇസ് നെഗറ്റീവ്, ദിസ് ഇസ് പോസിറ്റീവ്. നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. സോ ഇത് സെക്കൻഡ് കേസ്, ഡൈപോൾ മൊമെന്റ് പി. ആംഗിൾ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. സോ സെക്കൻഡ് കേസ് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ആദ്യത്തെ കേസ് തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി, അടുത്ത സെക്കൻഡ് കേസ് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. തേർഡ് കേസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഡൈപോളിനെ ആദ്യം ഇങ്ങനെ വെച്ചു, ദെൻ ഇങ്ങനെ വെച്ചു, ദെൻ ഇങ്ങനെ. ഇവിടെ നെഗറ്റീവും ഇപ്പുറത്തെ പോസിറ്റീവ്. ദാറ്റ് ഈസ് നെഗറ്റീവ് പോസിറ്റീവ്. നെഗറ്റീവിന് പോസിറ്റീവിലേക്കാണ് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. ആംഗിൾ എത്ര ഡിഗ്രിയാ? ആന്റി പാരലൽ രണ്ടും. അതുകൊണ്ട് തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. തീറ്റ ഇതെല്ലാം നമ്മൾ ഇനി ടോർക്ക് കണ്ടുപിടിക്കാൻ പോവാം. തീറ്റ ഇസ് ഈക്വൽ ടു 0, തീറ്റ ഇസ് ഈക്വൽ 90, തീറ്റ ഇസ് ഈക്വൽ 180. ആൻഡ് ദ ഫോർത്ത് കേസ്, ആദ്യം ഇങ്ങനെ വെച്ചു, ആദ്യം ഡൈപോളിനെ ഈ രീതിയിൽ വെച്ചു, ദെൻ ഇങ്ങനെ വെച്ചു, ഇപ്പൊ ഇങ്ങനെ വെച്ചു, ദെൻ ഇങ്ങനെ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡൈപോളിനെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ദിസ് ഇസ് നെഗറ്റീവ് ആൻഡ് ദിസ് ഇസ് പോസിറ്റീവ്. സോ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. നെഗറ്റീവ് ടു പോസിറ്റീവ് എത്ര ഡിഗ്രി അനുസരിച്ചാൽ തീറ്റ ഇസ് ഈക്വൽ ടു 270 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ടോർക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഈ കേസിൽ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു പി ഇ 0 ഡിഗ്രിയാണ് സൈൻ 0. സൈൻ 0യുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് ടോർക്കിന്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. ടോർക്ക് എന്ന് പറഞ്ഞാൽ 0 ആയി പോകും, കാരണം സൈൻ 0 0 ആണ്. സെക്കൻഡ് കേസ്, ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു പി ഇ ആംഗിൾ 90. സോ സൈൻ 90. സൈൻ 90യുടെ വാല്യൂ 1 ആണ്. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ടി ഇ, മാക്സിമം ടോർക്ക് ആണ്. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ടി ഇ. ഈ കേസ് തീറ്റ 180 ഡിഗ്രി. സോ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു പി ഇ സൈൻ 180. സൈൻ 180യുടെ വാല്യൂ 0 ആണ്. സോ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു 0. ഇവിടെയും ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു 0. ഇവിടെ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു പി ഇ. ദെൻ ഈ കേസ് ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു പി ഇ സൈൻ 270. ടോർക്ക് ടോ ഇസ് ഈക്വൽ, ഇതിന്റെ വാല്യൂ -1 ആണ്. സോ മൈനസ് പി ഇ. സോ ഇത് രണ്ടിടത്തും മാക്സിമം വാല്യൂ ആണ് ടോർക്കിന്. രണ്ട് ഡയറക്ഷൻ ആണ്. ഇവിടെ ടോർക്ക് 0 വന്നിട്ടുള്ള രണ്ട് കണ്ടീഷൻ. ഇപ്പൊ നോക്കി, നമുക്ക് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിലെന്ന് പറയാൻ സാധിക്കും. മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0യിലും 180ലും മിനിമം വാല്യൂ ആണ്. ഇനി ആ മിനിമം വാല്യൂനെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കാൻ ഉദ്ദേശിക്കും. ഞാൻ ബാക്കി ഇതിനെ ഞാൻ വായിക്കുകയാണ്. ഇവിടുത്തെ വാല്യൂ പി ആണ്, അവിടുത്തെ 270യുടെ വാല്യൂ -PE ആണ്. ഞാൻ ഇതിനെ രണ്ടിനെ ഒന്ന് വായിക്കാം. മാക്സിമം ടോർക്ക് അനുഭവപ്പെടുന്ന എത്ര ഡിഗ്രിയിലാണെന്ന് ചോദിച്ചാൽ 90 ഡിഗ്രി. ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്ത് ഈ ഡയറക്ഷൻ വരാൻ ശ്രമിക്കും. മാക്സിമം ടോർക്ക് അനുഭവപ്പെടും. ഇനി ഇവിടെ നോക്കാം, ഇത് രണ്ട് ഇക്വിലിബ്രിയം ആണ്. ഇതും ഇക്വിലിബ്രിയം ആണ്,
ഇതും ഇക്വിലിബ്രിയം ആണ്. ഇതിൽ ഏതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് നോക്കാൻ പോവാം. ഇത് ഇക്വിലിബ്രിയം ആണ്, ഇത് ഇക്വിലിബ്രിയം ആണ്. ടോർക്ക് 0 ആയി, രണ്ടും ഇക്വിലിബ്രിയം ആണ്. ഇതിൽ ഏതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം നോക്കാം. ഏതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം? സോ ആദ്യത്തെ കേസിൽ ഇത് മൈനസ്, ഇത് പ്ലസ്. ഞാൻ ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്തപ്പോൾ ഇത് പ്ലസ്, ഇവിടെ മൈനസ്. നമുക്കറിയാം പ്ലസിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്, അങ്ങോട്ടാണ്. മൈനസിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇവ എന്ത് ചെയ്യും? വീണ്ടും തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും. ഒന്ന് ടിൽറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങോട്ടാണ്. ഇങ്ങോട്ടേക്കും ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. നെഗറ്റീവ് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, പോസിറ്റീവ് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സോ റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ചു വരും. സോ ദിസ് ഈസ് നേരത്തെ ഇതിനടുത്തോട്ട് തന്നെ വന്നുകൊണ്ട് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇവിടെ ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ്. ഞാൻ ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്തു. ഇവിടെ പോസിറ്റീവായി, ഇത് നെഗറ്റീവ്. നെഗറ്റീവ് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, പോസിറ്റീവ് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സോ ഇവിടെ ഇങ്ങോട്ടും അനുഭവപ്പെടും, അങ്ങോട്ടും അനുഭവപ്പെടും. സോ ഇത് ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്തോളൂ. നേരത്തെ ഇരുന്ന രീതിയിലല്ല വരുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരുന്നത്. സോ ദിസ് ഈസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. സോ ദിസ് ഈസ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, ആ കേസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പൊ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എത്ര ഡിഗ്രി ആണെന്ന് ചോദിക്കുമ്പോൾ θ = 0 ഡിഗ്രി ഓർ 360 ഡിഗ്രി. ഓക്കെ.